ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ജിൻഡോയും ജാസ്മിനും തമ്മിൽ ലൈവിൽ ചെറിയ രീതിയിലൊന്ന് ഒരസി കേട്ടോ ഈ ഒരു 11 മണി നേരത്തെ. ഒന്നുമില്ല, സിജോയും കൂടി പോയപ്പോ എന്റെ മൈൻഡിൽ 3 പേരുണ്ട് എന്ന് ജാസ്മിൻ പറയുന്നു. അതാരാണ് എന്ന് ഞാൻ പറയത്തില്ല എന്നും ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജാസ്മിൻ ആ ഒരു ബീൻ ബാഗിൽ ഇരിക്കുകയാണ് വരാന്തയില്. ജിൻഡോ അപ്പുറത്തെ ബീൻ ബാഗിൽ ഉണ്ട്. ഉടനെ ജിൻഡോ പറയുന്നു എന്റെ മൈൻഡിലും ഉണ്ട്. അതാരൊക്കെയാ? സത്യം പറയട്ടെ, പറഞ്ഞു അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിരിച്ചോണ്ട് ജിൻഡോ. അത് നല്ല കാര്യമല്ലേ എന്ന് ജാസ്മിൻ. പിന്നെ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് ജിൻഡോ അവിടുന്ന് എണീറ്റ് പോകുന്നതായിട്ടാണ്. പോവാണോ, പേടിയാണോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. കളിയാക്കിയാണ് ചോദിക്കുന്നത്. നിന്റെ പണ്ടത്തെ കാര്യത്തിന്റെ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് ജിൻഡോ പറയുന്നുണ്ട്. നോറയെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞ കാര്യങ്ങളും പിന്നെ കള്ളം പറഞ്ഞ ഗെയിമും ഒക്കെ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്, ഇങ്ങനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ. പിന്നെ ആ ഗെയിം എന്താണെന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് ജിൻഡോ പറയുന്നുണ്ട്. ഇപ്പൊ അതിനുള്ള ആളെ ഇല്ല നീ എന്ന രീതിയിൽ ജിൻഡോ പറയുന്നുണ്ട്. ജിൻഡോയുടെ അത്രയും ജാസ്മിൻ ഇല്ലേ? നിങ്ങളുടെ മസിലൊക്കെ ബിൽഡ് ചെയ്ത് പ്രോട്ടീനും അടിച്ചു കയറ്റി വളരെ വലിയ മനുഷ്യനാണ്, ഞാനൊന്നും അത്രയ്ക്കില്ലേ എന്നെന്തോ ജാസ്മിൻ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്. നിങ്ങൾ മനുഷ്യ, നിങ്ങളുടെ ഓരോ ഉടായ്പ് എന്നും ജാസ്മിൻ പറയുന്നു. ജിൻഡോ സീക്രട്ട് റൂമിലേക്കാണ് കേട്ടോ നടന്നു പോകുന്നത്. ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ആ പാവം പിടിച്ച പയ്യനെയും നന്ദനെയും പറ്റി നിങ്ങൾ പറഞ്ഞത് എന്താണെന്നുള്ളത് എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കരുത് എന്ന്. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഒരസല്. പിന്നെ വീക്കെൻഡ് എപ്പിസോഡിലും ജിൻഡോ എന്തോ പറഞ്ഞു എന്ന് കേട്ടു. ഇപ്പം ജാസ്മിന്റെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ ഏതാണ്ട് പറഞ്ഞു എന്ന് കേട്ടു. അത് കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ഈ ലൈവിൽ ഈ ഒരു സംഭവം ട്രിം ചെയ്തിട്ടാണ് കാണിച്ചത്, ഒരുപാട് ട്രിം ചെയ്തിട്ടാണ് കാണിച്ചത്. ഫുൾ കോൺവെർസേഷനും പ്രസക്ത ഭാഗങ്ങളും ഒന്നും കാണിച്ചിട്ടില്ല. ഋഷിയെയും അഭിഷേകിനെയും കാണിച്ചു ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം ഇവർ ഈ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഋഷിയെ അഭിഷേകിനെയും കട്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കിട്ടിയ കാര്യങ്ങൾ അതേപടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഊഹിച്ചെടുക്കുക എന്താണ് സംഭവം എന്നുള്ളത്. ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പങ്കുവെക്കുക. കൂടെ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.